കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീട്ടിലൊരു കല്യാണം പോലെ നമ്മൾ ആഘോഷിക്കാൻ കാത്തിരുന്നൊരു കാര്യമാണ് വിഷു ബേബിയുടെ 5ാമത്തെ ബർത്ത്ഡേ. 5 വർഷം മുമ്പ് മെയ് 28-ാം തീയതി ഏതാണ്ട് 2:30 ആയപ്പോഴാണ് എനിക്ക് എൻ്റെ വിഷു ബേബിയെ കൈ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഇന്നലെ നടന്ന പോലാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അത് ഇന്നലെ നടന്ന പോലൊരു ഫീലാണ് കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് നമുക്ക് സദ്യ ആയിരിക്കണം അന്ന് മെയിൻ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യയും പാലടയും വൈകുന്നേരം നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സദ്യയും പാലടയൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം നമ്മൾ ഒട്ടും റെസ്റ്റ് എടുക്കാതെ നേരെ പോയത് വിഷു ബേബി കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ കൂടെ അശ്വിനി ഹരിയും ഉണ്ടായിരുന്നു. അതായത് വിഷു ബേബിയുടെ അപ്പയും മാമനുമാണേ. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചേർന്നാണ് ഈ ഡെക്കറേഷനൊക്കെ നടത്തിയത്. ബലൂണൊക്കെ വീർപ്പിച്ചെങ്കിലും ഹരിയാണ് അവിടെ എല്ലാം ഒട്ടിച്ചത്. ഞാനും അശ്വിനി ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ഫ്രെയിം ശരിക്കും പറഞ്ഞാൽ വിഷു ബേബിയുടെ ഒരുപാട് മെമ്മറീസ് നടന്ന ഒരുപാട് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. വിഷു ബേബിയുടെ ചെറിയ തൊട്ടുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ വിഷു ബേബി അവൻ്റെ അച്ഛനും കൂടെയുള്ള ഫോട്ടോസ്, ഇതൊക്കെ അവൻ്റെ കൂവ, അതായത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ അവന് ഗിഫ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇമോഷണലി കുറച്ച് ഡൗൺ ആയിപ്പോയത് ആ ഒരു ഗിഫ്റ്റിലാണേ. ഇപ്പം വിഷു ബേബിക്ക് ബർത്ത്ഡേക്ക് 2 ദിവസം മുന്നേ വാങ്ങിച്ചു കൊടുത്തതാണ് ഈ സ്റ്റഡി ടേബിൾ. ഇതും വിഷു ബേബിയുടെ കൂവയുടെ വകയുള്ളൊരു ഗിഫ്റ്റാണ്, സൈക്കിള്. പക്ഷെ അതിനേക്കാളും നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയത് തന്നെ ആ ഒരു ഫ്രെയിംസ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഏതാണ്ട് 6-6:30 സമയമൊക്കെ ആയപ്പോഴത്തേക്കിനാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അച്ഛന് കുറച്ച് സുഹൃത്തുക്കളും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ വലത്തെ സൈഡിൽ നിൽക്കുന്നത് എൻ്റെ പുത്രനും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് എൻ്റെ നാത്തൂൻ്റെ പുത്രിയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു ചേട്ടനും അനിയത്തിയും തമ്മിലുള്ളൊരു ബോണ്ടാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അവരെ കണ്ട ശത്രുക്കളെ പോലെ ആയിരിക്കും. അതല്ലാതെ ചില സമയങ്ങളിൽ പൊതുവേ ഞാൻ നോക്കിയൊരു കാര്യം, ഇന്നത്തെ ആ ഒരു ദിവസം അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ എപ്പോഴും അടിയാട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയുള്ളൊരു ഇതാണല്ലോ, നമ്മൾ കേക്ക് എല്ലാവരും വിഷു ബേബിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വിഷു ബേബിക്ക് കേക്ക് കൊടുക്കുന്നത് എൻ്റെ അമ്മയും ഹരിയുമാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. പിന്നെ അതുപോലെ തന്നെ അവന് കേക്കാണെങ്കിലും ശരി, എന്തുവാണെങ്കിലും ശരി, അവന് എന്താ പറയുക, അങ്ങനെ ഒത്തിരി താല്പര്യമൊന്നുമില്ല, ഫുഡിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. അങ്ങനെ ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവനങ്ങനെ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഇതാട്ടോ അവൻ്റെ അപ്പ, അതായത് എൻ്റെ നാത്തൂൻ. ഇപ്പം അശ്വിനിയാണ് കേക്ക് കൊടുക്കുന്നത്. അങ്ങനെ അശ്വിനിയും വിഷു ബേബിക്കും ഐനൂസിനും കേക്കൊക്കെ കൊടുത്തു. വിഷു ബേബിക്ക് കേക്ക് കൊടുക്കാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാട്ടോ നടക്കുന്നത്. കാരണം ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടുന്നു, അവിടുന്ന് ഇപ്പുറത്തോട്ട് ചാടുന്നു. പിന്നെ ഇപ്പോൾ ഇനി വിഷു ബേബിക്ക് കേക്ക് കൊടുക്കാൻ പോകുന്നത് കുഞ്ഞമ്മയാണ്, അതായത് അനന്തവണ്ണൻ്റെ കുഞ്ഞമ്മ. അനന്തവണ്ണൻ മാത്രമല്ല എൻ്റെയും പിന്നെ പപ്പയും. അപ്പോൾ കുഞ്ഞമ്മയും പപ്പയും കൂടെയാണ് കേട്ടോ കൊടുക്കുന്നത്. അമ്മ വന്നില്ലായിരുന്നു വെച്ചാൽ അമ്മ ഉച്ചയ്ക്ക് വന്നു, ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോയി. അമ്മയുടെ ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇപ്പം വിഷു ബേബിക്ക് കേക്ക് കട്ട് ചെയ്ത് കൊടുത്തത് ഹരിയുടെ അമ്മയാണ്. പിന്നെ ഇതാണ് വിഷു ബേബിയുടെ കൂവ, അതായത് എൻ്റെ അനിയത്തി. അങ്ങനെ അവളും അയിനൂനും വിഷുവിനും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഈ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ചടങ്ങാണല്ലോ ഈ ഗിഫ്റ്റ് കൊടുക്കൽ. അപ്പോൾ ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ വിഷു ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കുഞ്ഞമ്മയാണ്. അപ്പോൾ കുഞ്ഞമ്മ കൊടുക്കുന്നത് ഒരു കുടയും ഒരു ക്രയോണുമാണ്. പക്ഷേ വിഷു ബേബിക്ക് കുടയേക്കാളും ഇഷ്ടപ്പെട്ടത് ക്രയോൺസാണ്. കാരണം ആൾക്ക് വരയ്ക്കാനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതിലാണ് കേട്ടോ ആദ്യം ശ്രദ്ധ പോയത്. ഇപ്പം വിഷു ബേബിക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഹരിയുടെ അമ്മയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ടീഷർട്ടാണ് കേട്ടോ കൊടുത്തത്. അതും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ബ്ലൂ കളറിൽ നല്ല ഭംഗിയുള്ളൊരു ടീഷർട്ടായിരുന്നു കേട്ടോ. പിന്നെ ഐനൂസിനും കുഞ്ഞമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കെച്ച്. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വിഷു ബേബി ക്രയോൺ ഐനൂസിന് കൊടുത്തു. സാധാരണ അങ്ങനെ ഒരു സാധനം ആർക്കും കൊടുക്കുന്ന ആളല്ല. എന്ത് പറ്റി ഞാനും ആലോചിച്ചു. മുന്നേ പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഫ്രെയിംസാണ് കേട്ടോ ആയിരിക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ അടിപൊളി ഫ്രെയിംസാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഫ്രെയിം ഓരോ വട്ടം കാണുമ്പോഴും നമ്മൾ ഇമോഷണലി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ അതൊക്കെ. ഇനി അടുത്ത വിഷു ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന വിഷു ബേബിയുടെ അപ്പയും മാമനുമാണ്. അപ്പോൾ കുറേ സമയം കൊണ്ട് അയിനുവാവയോട് പറയുന്നുണ്ട് കൊടുക്ക്. പക്ഷെ അയിനുവാവ് ഒരു തരത്തിൽ കൊടുക്കാതെ വരുമ്പോൾ വിഷു ബേബി തന്നെ വിചാരിച്ചു ഇവളെനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് വിഷു ബേബി ആ ഗിഫ്റ്റിങ് വാങ്ങിച്ചു കേട്ടോ. അപ്പം ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷൂ ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്, നല്ല ലൈറ്റ് കളറുമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷൂ ആണ് കേട്ടോ. ആ ഷൂ നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ വിഷു ബേബിയുടെ കണ്ണിൽ ആദ്യം പെടുന്നത് തന്നെ അതിൻ്റെ അകത്തുള്ള ഷൂവിനേക്കാളും ആ ഒരു ടാഗാണേ.
ഇനി എൻ്റെ മകനായതുകൊണ്ട് ഞാൻ പറയാമല്ല, അവൻ ഈ വലിയ വലിയ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. അവൻ എപ്പോഴും ചെറിയ വണ്ടി, ചെറിയ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും. അവന് അവന് കാറുണ്ട്, സൈക്കിളുണ്ട്, പക്ഷെ ഇതൊന്നും അവൻ ഉപയോഗിക്കാറില്ല. അവന് അങ്ങനെയുള്ള ഒരു കാര്യത്തിനോടും താല്പര്യമില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അവനങ്ങനെ ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ, മീൻസ് ഇങ്ങനെയുള്ള വലിയ സാധനങ്ങളോടൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കാം അവനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എനിക്കൊന്നും കിട്ടാതിരുന്നത്. അവൻ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവന് കാറുണ്ട്, സൈക്കിളുണ്ട്, അതെല്ലാം അവനുണ്ട്. പക്ഷെ അവനതൊന്നും ഉപയോഗിക്കാറില്ലെന്നുള്ളതാണ് കേട്ടോ സത്യം. പിന്നെ അവൻ്റെ അപ്പയും മാമനും വാങ്ങിച്ചുകൊണ്ട് വന്ന ഷൂ അവന് കറക്റ്റാണോ എന്നാണ് കേട്ടോ ഇനി നോക്കുന്നത്. അപ്പം അത് അവന് പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റായിട്ട് നല്ല കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് അതിൽ സന്തോഷമായി. കാരണം അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിനി ചെറുതാണോ അല്ലെങ്കിൽ വലുതാണോ എന്നുള്ളത്. പിന്നെ അതിനുശേഷം അനിയത്തിയും ചേട്ടനും കൂടെ സൈക്കിൾ ചവിട്ടുന്ന കലാപരിപാടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം എന്താ പറയുക, ഒരുപാട് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കുറേ പേരെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു, പക്ഷെ വിളിക്കാതെയും വന്നിട്ടുണ്ട് ചേച്ചിയൊക്കെ. അപ്പം എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.